ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയാണോ? ഞാൻ ഇന്ന് വിചാരിക്കുന്നത് നമ്മൾ കുറേ നാളായല്ലോ ഹെൽത്ത് ടോക്ക് ഒക്കെ നടത്തിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. അപ്പം എന്നാൽ ശരി മൈഗ്രെയിനെ കുറിച്ച് പറയാം. എനിക്ക് വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് കൺട്രോളിലാക്കിയത് എന്നതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിൽ ചെന്ന് പേടിച്ചിട്ട് MRI ഒക്കെ ചെയ്തു. അപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ചെറിയ ജീവിതത്തിലെ വ്യതിയാനങ്ങൾ പോലും ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു വൺ സൈഡഡ് ഹെഡേക്കാണ് മെയിൻലി ഞാൻ പറയുന്നത്. അതിന് ഒരു ഓറ ഉണ്ടാവും, നമുക്ക് വരുന്നതിന് മുമ്പേ അറിയാം ഇതെങ്ങനെ വരാൻ പോകുന്നു എന്ന്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ടു, വെള്ളം കുടിക്കാൻ മറന്നുപോയി, സ്ട്രെസ്സ് വന്നു, പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ തലവേദന വരാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തു എന്നുള്ളതല്ലേ അതിൻ്റെ പോയിന്റ്. അപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി ലെവല് കുറവായിരുന്നു. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ തലവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ മെഗ്നീഷ്യം ഓക്സൈഡ് എടുക്കാൻ തുടങ്ങി. ഓക്കെ, അത് രണ്ടും എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരുമാതിരി കൺട്രോളിലായി. പിന്നെ തലവേദന പെട്ടെന്ന് വരുവാണെങ്കിൽ ആഡ്വിൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ കിട്ടുമായിരുന്നു. അത് കഴിച്ചാൽ മാറും. ഓക്കെ, ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽ ഓരോ രീതിയിലാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്നില്ല. നമ്മുടെ ശരീരം നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. പിന്നെ നമ്മുടെ നല്ല ഫുഡുകൾ, പിന്നെ കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ആൽമണ്ട്സ്, ബനാന, ഇതൊക്കെ നല്ലതാണ്. തലവേദന ഉണ്ടാകുന്നവർ കഴിച്ചാൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡാർക്ക് ചോക്ലേറ്റ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, പിന്നെ തലവേദന വരുമ്പോൾ നല്ല ഹോട്ട് കംപ്രസ്. ചിലർക്ക് കോൾഡ് ആയിരിക്കും, ചിലർക്ക് ഹോട്ട്, അതായത് ഹോട്ട് ഷവർ, ചൂടുവെള്ളത്തിൽ കുളിക്കുക, അല്ലെ ചൂട് നെറ്റിക്ക് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഈ നെക്ക് മസാജ് ചെയ്യുക, ഈ സൈഡിൽ ഇങ്ങനെ മസാജ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം എനിക്കുണ്ടായിട്ടില്ല. പോകണോ വേണ്ടായോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഈ തലവേദന ഭയങ്കരമായിട്ട് നമ്മുടെ വിഷൻ പ്രോബ്ലം ഉണ്ടാക്കുക, കൈയും കാലും ഒക്കെ നംനെസ്, ടിംഗ്ലിങ്, അതായത് മരവിപ്പുണ്ടാകുക, നടക്കാൻ ബാലൻസ് ഇഷ്യൂ ഉണ്ടാകുക, എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ തല കറങ്ങി വീഴാൻ പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, കാപ്പി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. കഫിനേറ്റഡ് ഡ്രിങ്ക്സ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.